കർണാടക മംഗളൂരുവിൽ നിന്നാണ് വാർത്ത വന്നത്. അവിടെ ഒരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടായി. ആ ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടയാൾ മലയാളിയാണ് എന്ന വാർത്തയാണ് ഇന്നലെ രാത്രി പുറത്തുവന്നത്. എന്തായാലും പുൽപ്പള്ളി സ്വദേശി അഷ്റഫിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണം ഇപ്പോൾ വരുന്നു. മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചു എന്നാണ് വാർത്ത. കൊലപാതകത്തിൽ 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കർണാടക സ്പെഷ്യൽ ബ്രാഞ്ചും അതേപോലെ കേരള സ്പെഷ്യൽ ബ്രാഞ്ചും ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവർ ബോഡി വിട്ട് തന്നിട്ടുണ്ട്. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. 20 ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. മരണകാരണം മർദ്ദനം തന്നെയാണ്, ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇതൊരു 2 മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മരിച്ചവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല, അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ബോഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്ന മുന്നേ തന്നെ ഇപ്പോൾ ഇപ്പം തന്നെ ഒരു 20 ആളുകളെ അറസ്റ്റ് ചെയ്യും. അവർ റിമാൻഡിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു അങ്ങനെ പറയാൻ പറ്റും ഇതല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ അന്വേഷണം ആ ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബോഡിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് അവിടുന്ന് അത്രയും UT ഖാദർ അങ്ങനത്തെ ആളുകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇതെന്താണ് ഇപ്പോൾ ഈ കേസ് ഏത് രീതിയിലാണ് പോകുന്നത്? ഈ അഷ്റഫ് എന്ന് പറയുന്ന പുൽപ്പള്ളി സ്വദേശി ഒരു മാനസിക സ്വാസ്ഥ്യമുള്ള ആളാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി വന്നിരുന്നു. അതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എന്തിനാണ് ഇങ്ങനെ ഈ ആക്രമണം ഉണ്ടായത്? അതും കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതി എന്തുകൊണ്ടുണ്ടായി? അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജുൻ, മംഗളൂരുവിലെ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മലയാളിയാണ്, പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷറഫാണ് എന്ന വിവരം ഇന്നലെ രാത്രിയോടെയാണ് പുറത്തു വന്നത്. അത് പ്രജുൻ സൂചിപ്പിച്ചതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയായിരുന്നു. എന്തായാലും അവരുടെ ബന്ധുക്കൾ ഇന്നലെ രാത്രി തന്നെ നാട്ടിൽ നിന്ന് തിരിച്ച് മംഗളൂരുവിലെത്തി ഈ മൃതദേഹം തിരിച്ചറിഞ്ഞു. അതിനുശേഷം ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇപ്പോൾ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ആ മൃതദേഹവുമായി ഇപ്പോൾ ബന്ധുക്കൾ അവരുടെ നാട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കേട്ടത് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള അഷറഫിൻ്റെ സഹോദരൻ അബ്ദുൾ ജബ്ബാറിൻ്റെ പ്രതികരണമാണ്. അവർ ഈ പോലീസുമായൊക്കെ ഈ കേസിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അവിടെ ഒരു പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ ഈ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചുവെന്ന് ആരോപിച്ച് 25ഓളം വരുന്ന ആൾക്കൂട്ടം ഈ അഷറഫിനെ മർദ്ദിക്കുകയും അങ്ങനെ കൊലപാതകം നടന്നു എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വരൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ വിശദമായ അന്വേഷണം നടക്കുന്നു. ഈ കാരണം സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഇതെന്താണ് കൊലപാതകത്തിൻ്റെ കൃത്യമായ മോട്ടീവ് സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തുന്നു. അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിയോഗിച്ചിട്ടുമുണ്ടായ അന്വേഷണം നടക്കുകയാണ്. ഈ ബന്ധുക്കൾക്കും ആ തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. എന്താണ് ഇതിൻ്റെ കാരണം സംബന്ധിച്ച് ബന്ധുക്കൾക്ക് മറ്റ് അറിവില്ല എന്നതാണ് ജബ്ബാർ അല്പസമയം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ കുറേ കാലമായി അഷ്റഫ് മംഗളൂരുവിലാണ് താമസം. അവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ജോലിയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഈ അഷ്റഫ് നേരിടുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ അതിൻ്റെ ചികിത്സയിൽ കഴിയുന്ന ആളാണ്. പല ആശുപത്രികളിലായി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ചികിത്സ നടത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ വീട്ടിൽ നിന്ന് പലയിടങ്ങളിലായി പോയി ജോലി ചെയ്യാറുണ്ട്. അങ്ങനെയാണ് മംഗളൂരുവിലും എത്തിയത്. ഈ കൊലപാതകം നടന്നത് മംഗളൂരു നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഒരു മൈതാനത്താണ്.
അപ്പോൾ ഈ സിറ്റിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പണി എടുക്കുന്ന ഈ ആക്രി സാധനങ്ങളൊക്കെ ശേഖരിക്കുന്ന അഷറഫ് എന്തിനാണ് 10 കിലോമീറ്റർ യാത്ര ചെയ്ത് ക്രിക്കറ്റ് കളി കാണുന്നതിന് വേണ്ടി തന്നെയാണോ അങ്ങോട്ട് പോയതെന്നുൾപ്പെടെയുള്ള കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം ആ കാര്യങ്ങളിലൊക്കെ നടക്കുകയാണ്. ബന്ധുക്കളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പറഞ്ഞിട്ടില്ല, അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഫൈൻഡിങ്സ് മാത്രമാണ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് സംബന്ധിച്ചൊക്കെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ 20 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് 20 പേരും മംഗളൂരു സ്വദേശികൾ തന്നെയായിട്ടുള്ള 20 പേരാണ്. അവിടെ ഈ മർദ്ദനത്തിന് മുമ്പ് മറ്റ് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്ന തരത്തിലൊക്കെ മൊഴിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ അത് വിശദീകരിക്കാനാകൂ എന്നതാണ് കർണാടക പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് ആ വാർത്ത സംബന്ധിച്ച്. അപ്പോൾ എന്തായാലും അന്വേഷണമൊക്കെ നടക്കട്ടെ. അതിലെന്താണ് ഒരു ദുരൂഹതയുണ്ട്, അത് പുറത്തു വരട്ടെ. പെട്ടെന്ന് ഓർമ്മ വരുന്ന അട്ടപ്പാടിയിലെ മധുവിനെയാണ്. കാരണം ആൾക്കൂട്ടം എന്ന് പറയുമ്പം ഒരേ സൈക്കോളജി, മോബ് വയലൻസ് എന്ന് നമ്മൾ പറയും, ഒരേ ലക്ഷ്യത്തോടു കൂടെ ഒരു കാരണവും ഇല്ലാതെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പറയേണ്ടതുണ്ട്.